രാജ്യത്തെ ഞെട്ടിച്ച വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 8 പേർ നൽകിയ സാമ്പിളുകൾ ഇനിയും പൊരുത്തപ്പെട്ടിട്ടില്ലെന്ന് റിപ്പോർട്ട്. ശനിയാഴ്ച വൈകിട്ട് 6 വരെയുള്ള കണക്കനുസരിച്ച് 247 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 232 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ മൃതദേഹവും തിരിച്ചറിയാനായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ജി നായർ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ പരിശോധനയ്ക്ക് നൽകിയിരുന്നു. ഫലം വൈകുന്നതിനാൽ അദ്ദേഹവും ഒരു ബന്ധുവും സ്ഥലത്ത് തുടരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു. വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നഴ്സായി ജോലി നോക്കിയിരുന്ന രഞ്ജിത 5 വർഷത്തെ അവധിയിലാണ് വിദേശത്തേക്ക് പോയത്. ഒമാനിലെ മസ്കറ്റ് SQH ആശുപത്രിയിലായിരുന്നു ആദ്യ ജോലി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടനിൽ ജോലി ലഭിച്ചു. ആരോഗ്യവകുപ്പ് അനുവദിച്ച കാലാവധി അവസാനിക്കാറായതോടെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ശനിയാഴ്ചയാണ് നാട്ടിലെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു പിന്നാലെ ലണ്ടൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് അഹമ്മദാബാദിൽ നിന്നും വിമാനം കയറിയത്. ബുധനാഴ്ച വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈയിലെത്തിയ രഞ്ജിത അവിടെ നിന്നാണ് അഹമ്മദാബാദിലേക്ക് പോയത്. സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിച്ച് പുല്ലാട് സ്ഥിരതാമസമാക്കാനായിരുന്നു തീരുമാനം. പരേതനായ ഗോപകുമാരൻ നായരുടെയും തുളസി കുട്ടിയമ്മയുടെയും മകളാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദുചൂടനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇതികയുമാണ് മക്കൾ. രഞ്ജിത്ത്, രതീഷ് എന്നിവർ സഹോദരങ്ങളാണ്.